നിങ്ങളൊക്കെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് കലാലയങ്ങളിൽ പോകുന്നവരാണ്. പക്ഷെ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആത്മാവിഷ്കാരമാണ് വിദ്യാഭ്യാസമെന്ന് 95% വിദ്യാർത്ഥികൾക്കും അറിയില്ല, പഠിപ്പിക്കുന്ന അധ്യാപകനും അറിയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയെ പുറത്തേക്ക് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളായിരുന്ന ഇന്ത്യയുടെ അതിപ്രഗത്ഭന്മാരായ പൂർവ്വസൂരികളായ ദാർശനികന്മാരും തത്വചിന്തകന്മാരും അധ്യാപകന്മാരും എല്ലാം. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പേരിലാണ് ഈ അധ്യാപക ദിനം ആചരിക്കുന്നത്. നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാളായിരുന്നു രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ പല കാര്യങ്ങളും വിദ്യാഭ്യാസത്തിനെക്കുറിച്ചും തത്വചിന്തകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ബൃഹത്തായ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് പ്രിൻസിപ്പൽ ഉപനിഷത്ത് എന്ന് പറയുന്നത്. 101 ഉപനിഷത്തുകളെ സംഗ്രഹിച്ചിട്ടുള്ള അതിബൃഹത്തായ ഗ്രന്ഥം മനോഹരമായ രീതിയിൽ അദ്ദേഹം എഴുതി. അപ്പം അതിലൊക്കെ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് പൂർണ്ണതയുടെ ആവിഷ്കാരമാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മൂടിക്കിടക്കുന്ന ഇരുട്ടിനെയും മൂടിക്കിടക്കുന്ന ഒരു പലതരത്തിലുള്ള ഈ ആവരണങ്ങളുണ്ട്. ആ ആവരണങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് മനസ്സിനെ പൂർണ്ണമായിട്ട് ലോകത്തേക്ക് കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസ പ്രക്രിയ. അതുകൊണ്ട് ക്ലാസ് മുറികളിൽ പോയിരുന്ന അധ്യാപകം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിക്കലല്ല വിദ്യാഭ്യാസം. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. ഇവിടെ അധ്യാപകന്മാർ പഠിപ്പിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനൊക്കെ താറുമാറാക്കുക ഇന്ത്യയിൽ. കാരണം ഒരു കലാലയത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, സർവകലാശാലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാകും. അവിടെ അധികാരമാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഭീഷണിയാണ് പ്രത്യക്ഷപ്പെടുന്നത്, ശിക്ഷാ നടപടികളാണ് പ്രത്യക്ഷപ്പെടുന്നത്. സ്വതന്ത്രമായിട്ടൊരു അന്തരീക്ഷം പല സർവകലാശാലകളിൽ പോലും ഇന്നില്ല. കേരളത്തിലടക്കം പല സർവകലാശാല കലാപകലുഷിതമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗഹനമായിട്ട് പഠിക്കാനും മനസ്സ് തുറക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന വിഷയം മാത്രമല്ല, അതിനപ്പുറത്ത് വലിയൊരു വിഷയം ലോകത്ത് പഠിക്കാനുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരികയും ആവരണ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ ആവരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളയുമ്പോഴാണ് നമ്മളൊരു സർവജ്ഞനായിട്ട് മാറുക. എന്ന് വെച്ചാൽ മനുഷ്യനെ കാണുന്നൊരു പ്രതിഭാസമായിട്ട് മാറുക. നമ്മളും മനുഷ്യനാണ്, അടുത്തിരിക്കുന്നവരും മനുഷ്യനാണെന്ന് ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്ലാസ് മുറികളിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. വിവിധ ജാതി, നിറം, വംശത്തിലുള്ള ആൾക്കാരൊക്കെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ക്ലാസ് മുറികൾ. ആ ക്ലാസ് മുറികളിലാണ് ഏറ്റവും അധികം മനുഷ്യത്വത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാഹചര്യമുള്ളത്. എന്നാൽ അവിടെ മനുഷ്യത്വത്തെയും മാനവികതയും കുറിച്ച് പഠിപ്പിക്കാതെ വെറും വിഷയങ്ങൾ മാത്രം, സർക്കാർ പറയുന്ന സിലബസ് അനുസരിച്ച് വെറും വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുമ്പോൾ ആ വിദ്യാലയങ്ങളിൽ നിന്ന് ഓരോ കൊല്ലം പുറത്തിറങ്ങുന്ന കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയിട്ട് മനുഷ്യന്മാരല്ലാതായി തീരുന്നൊരു പ്രക്രിയയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾ പഠിത്തം കഴിഞ്ഞ് PhD അടക്കം എടുത്തു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ജാതിയും മതവും നോക്കിയിട്ട് പിന്നെ ജീവിതത്തിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷയുടെ പേരാ ജീവിതം. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിൻ്റെ പേരാണ് ലോകം. അതിനേക്കാൾ വലിയ സർവകലാശാല ലോകത്തിലില്ല. ആ സർവകലാശാലയിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതി പാസ്സാക്കണമെന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പിക്കുന്നില്ല. മഹാത്മാഗാന്ധി അതാ പഠിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു അതിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായാലും അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരും ഒക്കെ മനുഷ്യനെ കാണുന്ന മാനവികതയാണ് ഏറ്റവും വലിയ പ്രതിഭാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെഹ്റുവിൻ്റെ പുസ്തകം വായിച്ചാൽ തന്നെ നമുക്കറിയാം എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വായിച്ചാൽ അറിയാം എങ്ങനെ ഒരു കുട്ടി ലോകത്തെ കാണാൻ പഠിക്കണം. ലോകപ്രശസ്തനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തയച്ചു. സുപ്രസിദ്ധമായ കത്ത്, വിശ്വപ്രസിദ്ധമായ കത്ത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ട മാസ്റ്റർ, എൻ്റെ മകൻ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നു. അവനെ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചാരല്ല, ലോകത്തിൽ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാൻ പഠിപ്പിക്കൂ, ചന്ദ്രനെ കാണാൻ പഠിപ്പിക്കൂ, സൂര്യൻ്റെ സൗന്ദര്യം കാണാൻ പഠിപ്പിക്കൂ, ലോകത്തിലെ കുന്നുകളെയും പർവ്വതങ്ങളെയും നദീതീരങ്ങളെയും ഒക്കെ കുറിച്ച് പഠിപ്പിക്കും. അതിൽ ജീവിക്കുന്ന ചരാചരങ്ങളെക്കുറിച്ചും അതിനൊക്കെ ഏറ്റവും വലിയ പ്രതിഭാസമായ മനുഷ്യൻ്റെ സുഹൃതമായ സ്വഭാവങ്ങളെ പഠിപ്പിക്കും. അതാണ് വിദ്യാഭ്യാസം. എബ്രഹാം ലിങ്കന്റെ കത്ത് കുട്ടികൾ വായിക്കണം.
നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ വീക്ഷണമുള്ള വിശാല മനസ്കതയുള്ള കുട്ടികളായിട്ട് വളരണം. ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും അധികം ആവശ്യം അതിനാണ്. പുരോഗമനപരമായ ആശയങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. ഏറ്റവും വലിയ പുരോഗമനപരമായ ആശയം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയാണ് മറ്റുള്ള മനുഷ്യനും എന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ പുരോഗമനപരമായ ആശയം. മാർക്സിസത്തെക്കാൾ ഗാന്ധിസത്തെക്കാളൊക്കെ വലിയ ആശയം അത്. മാർക്സിസവും ഗാന്ധിസവും ഒക്കെ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ മനുഷ്യനെ പോലെ പെരുമാറണ്ടേ? ക്ലാസ് മുറികളിൽ അകത്തിരിക്കുന്ന ഈ സചേതനമായ മനസ്സാണ് നാളത്തെ ഭാരതം. നമ്മൾ പറയും കുട്ടികളാണ് നാളത്തെ നേതാക്കളെന്ന്. ആ പറച്ചിലൊക്കെ തെറ്റാണ്. കുട്ടികൾ നാളത്തെ നേതാക്കന്മാരാകണമെങ്കിൽ കുട്ടികളുടെ മനസ്സിനുള്ളിലേക്ക് സക്രിയമായിട്ടുള്ള കലകളെ, സാഹിത്യങ്ങളെ, സംസ്കാരത്തിൻ്റെ ദർശനങ്ങളെയൊക്കെ നമ്മൾ സന്നിവേശിപ്പിക്കണം അവരുടെ പഠനകാലത്ത്. അങ്ങനെ പ്രഖ്യാതമായ കലകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ക്ലാസ് മുറികളിൽ അവർ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരെങ്ങനെയാണ് ലോകത്തിലെ പ്രതിഭാധനന്മാരായിട്ടുള്ള നേതാക്കന്മാരായിട്ട് മാറുക? ഇന്നത്തെ രാഷ്ട്രീയ മേഖലയ്ക്ക് എന്താ പ്രശ്നം? There are no brilliant minds in politics. There are no brilliant minds in social area. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേതാക്കന്മാരെ കുറിച്ച്. ഗാന്ധി, ജവഹർലാൽ, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, സർവേപ്പള്ളി, അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ഇവരൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുന്നുള്ള യുഗപ്രഭാവന്മാരായ നവോത്ഥാന നായകന്മാർ, അവരൊക്കെ ബ്രില്യൻറ്റ് ഇൻ്റലിജൻറ്റ് മൈൻഡ്സ് ആണ് ലോകത്തിൽ. ഇന്ന് ഏതെങ്കിലും രംഗത്തൊരു ബ്രില്യൻറ്റ് ഇൻ്റലക്ച്വൽ മൈൻഡ് ഉണ്ടോ? രാഷ്ട്രീയം വെച്ചാൽ വളരെ ഉപരിപ്ലവമായ കാര്യങ്ങൾ പറയുന്ന രാഷ്ട്രീയ രംഗമായി മാറിയിരിക്കുന്നു. സാമൂഹിക രംഗം വളരെ ഉപരിപ്ലവമായ കാര്യം. സാമൂഹിക രംഗത്തെ ഏറ്റവും വലിയ ആൾക്കാർ സാമുദായിക നേതാക്കന്മാരൊപ്പം. കാലത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. അപ്പം അത്ര ഭീകരമായിരിക്കുന്ന ഇന്ത്യയുടെ സ്ഥിതി, ലോകത്തിൻ്റെ സ്ഥിതി. ലോകം ഭരിക്കുന്ന ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ തലവനായ പ്രസിഡന്റ് ഏറ്റവും വലിയ വംശീയവാദിയാണ്. ഏറ്റവും വലിയ ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ വക്താവാണ്. സിയോണിസ്റ്റ് സിദ്ധാന്തത്തിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ലോകത്തിലെ പലസ്തീനിലെയും ഗാസയിലെയും 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലുന്ന കിരാത ഭരണത്തിൻ്റെ വക്താവാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനാണോ വേണ്ടത്? അതാണോ വിദ്യാഭ്യാസം? ജെഫ്രി എംസ്റ്റീൻ ഫയലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ലോക നേതാക്കന്മാരുടെ കഥകളാണ് ഇന്നും ഈ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെയും പല നേതാക്കന്മാരുടെ പേര് വരുന്നുണ്ട് അതിലൊക്കെ. എന്താ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ കുട്ടികൾ അറിയണം? അറിയാം, വെരി ഗുഡ്. അപ്പം അതിലൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ് പല നേതാക്കന്മാരുടെയും പേര്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ആളുടെ പേര് ഇയാളോട് സംസാരിച്ചു എന്നാണ്. അപ്പൊ ലോകത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ വരുന്ന മാറ്റമാണത്. അത് ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയുടെ ഒരു വിഷയമാണ്. ഒരാൾ തീരുമാനിക്കുക അയാൾ ആരോട് സംസാരിക്കണമെന്ന് അയാളെ തീരുമാനിക്കുക. പണ്ഡിറ്റ് നെഹ്റു സംസാരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനോടും അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധന്മാരായിട്ടുള്ള വിശ്വചിന്തകന്മാരോടാണ്. അർണോൾഡ് ടോയിൻബി, എച്ച്.ജി. വെൽസ് തുടങ്ങിയ ലോക ചരിത്രകാരന്മാരോടാണ്. പണ്ഡിറ്റ് നെഹ്റു അമേരിക്കയിൽ ചെന്ന് ലോക സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയാണ് അധ്യക്ഷൻ. ലോക ചരിത്രകാരൻ അർണോൾഡ് ടോയിൻബി പ്രമുഖ പ്രഭാഷകൻ. നെഹ്റു ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് അവസാനിച്ചതിൻ്റെ അർത്ഥം അർണോൾഡ് ടോയിൻബിയുടെ പ്രസംഗത്തിൽ ടോയിൻബി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ലോകത്തിലെ മുടിചൂടാമന്നനായ സാഹിത്യകാരനായിട്ട് മാറുമായിരുന്നു. ഇന്ന് ഏരിയയിലുള്ള നേതാവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പുസ്തകം കൈകൊണ്ട് ഓടാത്തവരാ ഭൂരിഭാഗം. നിങ്ങൾ അങ്ങനെയാവാൻ പാടില്ല. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ അപഗ്രഥിക്കപ്പെടുന്നൊരു മനസ്സ് വേണം, അന്വേഷണത്തിൻ്റെ ഒരു മനസ്സ് വേണം. നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകന്മാർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്, മാതാപിതാക്കന്മാർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്. അവർ പറഞ്ഞത് കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞൊക്കെ കേട്ട് നടന്നോളൂ നല്ല കാര്യങ്ങളാണെങ്കിൽ. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിന് അപ്പുറത്തൊരു വിഷയമുണ്ട്. ശാസ്ത്രത്തിന് പരിമിതികളില്ല, ചരിത്രത്തിന് പരിമിതികളില്ല, ഒരു വിഷയത്തിനും പരിമിതികളില്ല. അതിൻ്റെ അങ്ങേ തലക്കിലേക്ക് പോകണം. അങ്ങനെ പോകാൻ പ്രചോദനം തരുന്നൊരു വിദ്യാഭ്യാസ രീതി ഇന്ന് നമ്മുടെ രാജ്യത്തില്ല. അന്വേഷിക്കുക എന്ന് ആദ്യം പറഞ്ഞ ദാർശനിക ഗ്രന്ഥം ഉടലെടുത്തത് ഈ രാജ്യത്ത് ഉപനിഷത്ത്. അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്വേഷിച്ച് സത്യത്തിനെ കണ്ടെത്തുക. ആ സത്യം, ആത്യന്തിക സത്യം എന്താ? അവനവൻ തന്നെയാണ്. നിങ്ങളെ കണ്ടെത്താതെ മോൻ്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ടിട്ട് വല്ല കാര്യമുണ്ട്? മോനെ കുറിച്ച് അറിയില്ല, എന്നാൽ അടുത്തുള്ള ആളെ അറിയാം. എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എല്ലാ ആൾക്കാർക്കും അടുത്ത ആളെ അറിയാം, അവനവനായിട്ട് അറിയില്ല.
അവനവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ വിദ്യാഭ്യാസം. ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക. നിങ്ങൾ നിങ്ങളെ കണ്ടെത്തും. റിയലൈസേഷൻ ഓഫ് ദ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ കഴിവെന്ത്, നിങ്ങളുടെ ദോഷമെന്ത്, നിങ്ങളുടെ ഗുണമെന്ത്, നിങ്ങളുടെ അപാരമായിട്ട് അനന്ത സാധ്യതകൾ എന്തെന്ന് അവനവനെ ആത്മപരിശോധന നടത്തിയാലല്ലാതെ എങ്ങനെയാണ് കണ്ടെത്തുക? ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഈ കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു എല്ലാ വിദ്യാഭ്യാസ കുട്ടികൾ മത്സരത്തിന് പോകുന്നു. കലാമത്സരം, സാഹിത്യ മത്സരം, കായിക മത്സരം, ഇതൊക്കെ നല്ലതാണ്, അതൊന്നും വേണ്ടാന്നാരും പറയുന്നില്ല. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉള്ളിലൊരു ആനന്ദം കണ്ടാണ് ഏറ്റവും സ്പോർട്സിൽ വലിയ ആളായി. ഇതിലൊക്കെ ഈ സർട്ടിഫിക്കറ്റിലൂടെ അല്ല നമ്മൾ നമ്മുടെ മഹത്വം അറിയേണ്ടത്. കിട്ടുന്ന പ്രൈസിലൂടെ ഒരു മഹത്വം അറിയുന്നതിൻ്റെ ഏറ്റവും താഴെയുള്ളൊരു ഘടകം മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അമൂല്യമായ ഗുണത്തിനെ അറിയേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളെ ഏറ്റവും ഉജ്ജ്വലമായിട്ട് വിലയിരുത്തുമ്പോഴാണ്. അതാണ് നമുക്ക് രാഷ്ട്രപിതാവ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ അറിയുക, സ്വയം കറിഞ്ഞ് കണ്ടെത്തുക, കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഉപനിഷത്തിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിനെക്കുറിച്ച്. ആരുണി മഹർഷി മകനായ ശ്വേതകേതുവിനെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നു, പറഞ്ഞയക്കുന്നു. 10-12 ഒരു കഥയാണ് അതില്. 10-12 കൊല്ലം കഴിഞ്ഞ മകൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠിച്ചു വരുമ്പോൾ വർണ്ണശാലയുടെ ഉമ്മറത്ത് അച്ഛനിരിക്കുക മഹാമഹർഷി. വരുന്ന മകന്റെ വിചാരം താനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പൊ കയറി വന്നപ്പോൾ അച്ഛ ഞാനൊക്കെ പഠിച്ചു, ഞാനെല്ലാം ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പൂർത്തിയാക്കി. അന്നത്തെ കാലത്ത് എന്താ വെച്ചെങ്കിൽ അപ്പൊ പിതാവായ മഹർഷി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മകനോട്. നീ ഒരു കാര്യം പഠിച്ചുവോ? എന്താണെന്ന് ചോദിച്ചു. നീ ആരാണ്? അതാണ് ചോദ്യം ഉപനിഷത്തില്. നീ ആരാണ്? അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ മോള് പറയൂ ആരാണ്? കണ്ണാടട്ട കുട്ടി ആരാണ്? പറഞ്ഞോട് എന്തെങ്കിലും. നിത്യ. എന്താ വെച്ചാൽ പേരിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. സ്നിഗ്ധ. നിഗ്ധ ആയിക്കോട്ടെ, നിഗ്ധ. ഇപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയുടെ മറുപടി നിഗ്ധ എന്നാണ്. അങ്ങനെ ലോകത്തിലെ ചിലപ്പോൾ 50 കോടി കുട്ടികൾ അവരുടെ പേര് പറയും. കുട്ടികളെല്ലാം മനുഷ്യന്മാരും പറയും. മുഖ്യമന്ത്രിയോട് ചോദിച്ചാലും മുഖ്യമന്ത്രിയും പറയും, പ്രധാനമന്ത്രിയോട് ചോദിച്ചാലും പ്രധാനമന്ത്രിയും പറയും ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും നിഗ്ധ ആയാലും വാസുദേവനായാലും അജിത് കൊളാടി ആയാലും ഈ ലോകത്തിലെന്താ? ഹൂ ഈസ് ബോതേർഡ്? ലോകത്തിന് ലോകം അത് പരിഗണിക്കുന്നേ ഇല്ല. നിങ്ങൾക്ക് തോന്നലാണ് എൻ്റെ പേര് കേട്ട ലോകം പറയ്ക്കുന്നത്. തോന്നല. ഇത് നേതാക്കന്മാരുടെ പിന്നിൽ അണികളായി നിൽക്കുക, അധ്യാപകന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കുട്ടികളായിട്ട് നിൽക്കുക, രക്ഷിതാക്കന്മാരുടെ മുന്നിൽ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ വളരുക. ഇവർക്കൊന്നും വിദ്യാഭ്യാസം പൂർണ്ണമാവില്ല. ചോദ്യം ചെയ്യുന്ന അണികളുണ്ടാകുമ്പോഴേ യഥാർത്ഥ നേതാവ് ഉണ്ടാവും. അധ്യാപകനെ തിരുത്തുന്ന വിദ്യാർത്ഥി ഉണ്ടാകുമ്പോഴേ യഥാർത്ഥ വിദ്യാർത്ഥി ഉണ്ടാവും. കുട്ടികളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ അധ്യാപകരുണ്ടാവും. ഇത് കുട്ടി വല്ല ചോദ്യം ചോദിച്ചാൽ തന്നെ അധ്യാപകൻ പറയും മിണ്ടടിക്കും. അവിടെ എന്ത് അധ്യാപകൻ? അതാണ് നല്ലൊരു അധ്യാപകനോട് ഇരിക്കേണ്ട സുബ്രഹ്മണ്യൻ. ചോദ്യം ചോദിച്ചാൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ വാസുദേവനൊക്കെ അങ്ങനെ ചോദിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന് അതൊന്നും ഇല്ല. ചോദ്യം ചോദിക്കുക എന്ന് കേട്ടാൽ പേടിയാ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചോദ്യം എന്ന് കേട്ടാലേ പേടിയാ. ഒരാൾ ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോൾ 4 ദിവസമായിട്ട് പാർലമെന്റിലേക്ക് വന്നിട്ടില്ല. എന്തൊരു ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത്? ഇതല്ലല്ലോ വിദ്യാഭ്യാസം. അപ്പൊ കുട്ടികൾ സ്വയം ഇൻസ്പിറേഷനാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദന ശക്തി ആരാന്നപ്പോ ഈ മോനെ വരുന്നത്? ഉറക്കെ പറയൂ. ആദിലിന്റെ ഏറ്റവും വലിയ പ്രചോദകൻ ആരാ? വല്ലവരുണ്ടോ? ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ചോദിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ആദിലിന്റെ ഏറ്റവും വലിയ പ്രചോദക ശക്തി ആദിൽ തന്നെയാവണം. നിങ്ങൾക്ക് വലിയ വലിയ നേതാക്കന്മാരുടെയും ചിന്തകന്മാരുടെയും സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ ആത്മകഥകളൊക്കെ വായിക്കാം. അതിൽ നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളാം. പക്ഷെ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി ആവണമെന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമില്ലേ? ടെണ്ടുൽക്കർ ആവണമെന്നുണ്ടെങ്കിൽ നടക്കില്ല, റൊണാൾഡോ ആവണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. നിങ്ങളാകണം. നിങ്ങൾ ആരെയും അനുകരിക്കാൻ പോണ്ട. വിഡ്ഢിതരമാണ് ഈ അനുകരണം. പക്ഷെ മറ്റുള്ളവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ നോക്കി പഠിക്കണം. ആ പഠിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഉത്കൃഷ്ടമായ സർഗപ്രക്രിയയിലൂടെ അതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിലെ ഏറ്റവും വലിയ ഒരു വിഖ്യാതനായിട്ടുള്ള വ്യക്തിത്വമായിട്ട് മാറുക.
കുനിഞ്ഞിരുന്നിട്ട് ക്ലാസ് റൂമിൽ പഠിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഡെസ്കിന്റെ മുകളിലേക്ക് വെച്ചിട്ട് മേശ ഇങ്ങനെ ഇരുന്ന് എഴുതുക. അപ്പൊ ഇങ്ങനെ കുനിവ് വരില്ലേ സാധാരണ? ഞങ്ങളൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ആ സിസ്റ്റം എപ്പോഴും ഇപ്പം മേശയും കസേരയും ഉണ്ടാവും മാത്രം. ആധുനികമായ മേശയും കസേരയൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ ക്ലാസ് റൂമുകൾ സർവകലാശാല എല്ലാ വലിയ സ്കൂളുകളിലൊക്കെ. പക്ഷെ കുനിഞ്ഞിരുന്ന് പഠിക്കുന്നതിനോടൊപ്പം നിവർന്ന് നിന്ന് അനീതികൾക്കെതിരെ മുഷ്ടി ചുരുട്ടാൻ പഠിക്കണം. അതാണ് വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ക്ലാസ് മുറികളിലെ അനീതികൾക്കെതിരെ, കലാലയങ്ങളിലെ അനീതികൾക്കെതിരെ, സ്കൂളുകളിലെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ വിദ്യാർത്ഥി മുഷ്ടി ചുരുട്ടി ചോദ്യം ചെയ്യണം. അതാ ഗാന്ധി പഠിപ്പിച്ചത്. അതാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. ഇപ്പൊ അതൊക്കെ മറന്നില്ല എല്ലാവരും. ആരും ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. വിദ്യാർത്ഥികൾ സമരവുമായി ബസ് കയറ്റി പൊടിക്കാനുള്ള സമരമല്ല ഞാൻ പറയുന്നു. രാഷ്ട്രം പടുത്തുയർത്താനുള്ള സമരം. ആ സമരത്തിനിറങ്ങിയാൽ അധികാരികൾ പേടിക്കും. ഏറ്റവും അധികം ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലും ഭരണകൂടത്തിന് ഏറ്റവും പേടിയുള്ള വിഭാഗം വിദ്യാർത്ഥികളും യുവാക്കളും. കാരണം അവർക്ക് അസാമാന്യമായിട്ടുള്ള ശക്തിയുണ്ട്. അവരുടെ ഉള്ളിലെ സചേതനമായിട്ടുള്ള കഴിവുകൾ ഭരണകൂടത്തിന് പേടിയാണ്. പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടത്തിന് പേടിയാണ്. ഫാസിസ്റ്റ് ഏകാധിപത്യ ഭരണങ്ങൾ മുഴുവൻ ലോകത്തില് അവര് അധപ്പതിച്ച് വീണിട്ടുള്ളത് ഈ യുവശക്തി മുന്നോട്ട് വരുമ്പോഴാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയും ഒക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ലോകത്തിലെ കിടുകിട ഉറപ്പിച്ച ഹിറ്റ്ലറും മുസോളിനിയും അവസാനം യുവാക്കളും പട്ടാളക്കാരും ഒക്കെ ചേർന്ന് നിന്ന് മോസ്കോയിൽ നിന്ന് ബെർലിനിലേക്ക് മാർച്ച് ചെയ്ത സമയത്ത് ഹിറ്റ്ലർ ഓടിച്ചെന്ന് തന്റെ കൊട്ടാരത്തിന്റെ അടിയിൽ ഭൂഗർഭ അറയിൽ ചെന്നിട്ട് തന്റെ കാമുകിയായ ഈവാ ബ്രൗണിനോടൊപ്പം നിന്നുകൊണ്ട് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്ത് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോക ഏകാധിപതി. ഹിറ്റ്ലറും മുസോളിനിയും കൂടി 1.25 കോടി ജനങ്ങളെ കൊന്ന ആളാ. എന്നിട്ടാ പേടിച്ചിട്ട് അവിടെ പോയി ആത്മഹത്യ ചെയ്തു. മുസോളിനിയെ 16 കൊല്ലം ഇറ്റലി ഭരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവായ മുസോളിനിയെ ജനം കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ്, കല്ലേറ് കൊണ്ട് വീഴുകയാണ്. യുവശക്തിയാണ് അവിടെ ഉയർന്നു വന്നത്. ആരെയും കല്ലെറിയണമെന്നല്ല പറയുന്നത്. പക്ഷെ ആ ശക്തി ഉണരണം, ചോദ്യം ചെയ്യാൻ, അനീതിയെ, അധർമ്മത്തിനെ ചോദ്യം ചെയ്യാൻ. നേതാക്കന്മാര് പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കണ്ട. എല്ലാ നേതാക്കന്മാര് പറയുന്നത് കേൾക്കുക, എന്നിട്ട് സ്വന്തമായി മനസ്സിലിട്ട് അപഗ്രഥിക്കുക. വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ വിലയിരുത്തി. ക്ലാസ് റൂമിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ വിലയിരുത്താൻ എല്ലാ അധ്യാപകനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? സ്വയം ആലോചിക്കുക. പ്രത്യേകിച്ച് സയൻസ് ഒക്കെ പിന്നെ ഒരു ഫിക്സഡ് ഫോർമുലാസ്, E = mc², H2O എന്ന ഓക്സിജൻ, അത് പിന്നെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ചരിത്രം, ഹ്യൂമാനിറ്റീസിലെ പല വിഷയങ്ങൾ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മലയാളം ലിറ്ററേച്ചർ, ഇതിനൊക്കെ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ അതിനെ വികസിപ്പിച്ചെടുക്കാം. അപ്പൊ വിഷയങ്ങളെ നമ്മൾ താഴോട്ട് ഇറങ്ങിച്ചെന്ന് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ അതിനെ പഠിച്ചിട്ട് അതിനെ വിലയിരുത്തണം. ഇപ്പൊ ഗാന്ധി എന്താണെന്ന് ഗാന്ധിയുടെ ചിന്ത പറയുമ്പോൾ 100 ആള് പറഞ്ഞാൽ 101 തരത്തിൽ ഗാന്ധിയെ വ്യാഖ്യാനിക്കാം, നെഹ്റുവിനെ കാർൽ മാർക്സിനെ വ്യാഖ്യാനിക്കുക, എല്ലാവരും വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് വിഷയങ്ങളെ പഠിക്കണം, അപഗ്രഥിക്കണം. അന്വേഷണത്തിന് അവസാനമില്ല. ഇന്നാണ് നുണ പറയുന്ന കാലം. ലോകത്തിൽ എല്ലാവരും നുണയാ പറയുക. ഇപ്പൊ ചന്ദ്രൻ സൂര്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 100 പ്രാവശ്യം പറഞ്ഞാലും അത് സൂര്യനാവില്ല, ചന്ദ്രൻ തന്നെ ആവുള്ളൂ. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ എല്ലാ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും പറയുന്നത് പട്ടാപ്പകൽ നുണ പറയുന്നവരാണ്. അങ്ങനെ ട്രംപ് മുതൽക്ക് എല്ലായിടത്തുള്ള ആൾക്കാർ നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുക. അതിനെയാണ് സത്യാനന്തര കാലം എന്ന് പറയുക. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ സത്യമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചരിത്രകാരന്മാരെ വിളിക്കുന്ന പേരാണ് സത്യാനന്തര കാലം. ഇപ്പൊ പിന്നെ ആ വാക്ക് മാറിയിട്ടു. ഇപ്പൊ സത്യാനന്തര കാലം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട, കാരണം അങ്ങനത്തെ കാലാണെന്ന്. പിന്നെ എന്തിനാ അത് ഉപയോഗിക്കണമെന്നാണ് ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ലോക ചരിത്രകാരന്മാരെ ഈ പേരിട്ടത് സത്യാനന്ദ കൈ. ഇയാൾ അധികാരത്തിൽ വന്ന പിന്നെ എന്ത് സത്യം എന്നാണ് ചരിത്രകാരന്മാർ ചോദിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ, ഏത് പാർട്ടി എന്നല്ല പറയുന്നത്, നേതാക്കന്മാർ, അവര് പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ വിഭാഗീയ വീക്ഷണത്തിനനുസരിച്ച് ചിന്തിച്ച് വിശ്വസിക്കണ്ട. വസ്തുനിഷ്ഠമായി വിലയിരുത്തുക, കമ്പാരിസൺ നടത്തുക, ഇൻട്രോസ്പെക്ട് ചെയ്യുക, ഓരോ വിഷയത്തിനെയും അപഗ്രഥിക്കുക. നമ്മൾ സ്ഥാപിതവൽക്കരിക്കപ്പെട്ട ചിന്താഗതിയും പല മനുഷ്യനും ആ ചിന്താഗതിയുടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റണം. അങ്ങനെയാണ് ഒരു ലീലാക്ഷൻ ഉണ്ടാവുക. അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് പൊന്നാനിയിലെ എന്താ പറയുക ഏറ്റവും വലിയ സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഉറൂബുണ്ടായിട്ടുള്ള, ഇടശ്ശേരി ഉണ്ടായിട്ടുള്ളത്, നാനാപ്പാടൻ ഉണ്ടായിട്ടുള്ളത്, അക്കിത്തം ഉണ്ടായിട്ടുള്ള എല്ലാവരും അങ്ങനെ ചിന്തകളെ ഭേദിച്ച് മുഖത്തേക്ക് പോവുക. ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കുന്ന ചിന്തയാണ് വെച്ചാൽ അവിടെ കിടക്കും. അതിനെയാണ് വിവേകാനന്ദൻ കൂപമണ്ഡൂക ബുദ്ധികൾ എന്ന് വിളിച്ചത്. വിദ്യാർത്ഥികളോടാ പറഞ്ഞിട്ട് വിവേകാനന്ദൻ
കിണറ്റിലെ തവളയുടെ ബുദ്ധിയാവുണ്ടാണ് കൂപമണ്ടൂക ബുദ്ധി. കഥ അറിയല്ലോ, കിണറ്റിലെ തവളയുടെ കഥ അറിയില്ലേ? വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം വായിച്ചു നോക്കപ്പോ അറിയും. വലിയ ഗ്രന്ഥാട്ടോ വായിക്കണത്, 10-25 വോളിയുണ്ട്. കിണറ്റിലെ തവളയുണ്ടായിരുന്നു. ആ തവള ഒരു ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിങ്ങനെ മതിലിയായിടാൻ എത്തുന്നില്ല കിണറ്റിന്റെ മതില്. അപ്പൊ ഒരു ദിവസം വേറെ തവള അവിടേക്ക് വന്നു, പുഴയിലെ തവളയാ. അപ്പൊ ഈ തവള ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? ഞാൻ പുഴയെന്നാ വരുന്നത്. അപ്പൊ ഈ തവള പറയാം, അങ്ങനത്തെ ഒരു സ്ഥലമൊന്നും ഇല്ല, വെറുതെ പറയാം, കാരണം ഈ തവള ജീവിതത്തിൽ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എങ്ങനെയൊക്കെയോ സഹായിച്ചിട്ട് ഈ തവളയെ പുറത്ത് ചാടിച്ച് രണ്ടാളും കൂടി പോയിട്ട് പുഴ കണ്ടു. അപ്പോഴാണ് ഈ തവളയ്ക്ക് മനസ്സിലായത് ഇതിനേക്കാൾ വലിയൊരു ലോകമുണ്ടെന്ന്. നിങ്ങളുടെ ക്ലാസ് മുറിയല്ല ലോകം, ഈ പ്രപഞ്ചമാണ് ലോകം എന്ന് വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കണം. കിണറ്റിലെ തവളയാ നിൽക്കണ്ട. ഞാൻ ഈ സൂചിപ്പിച്ച മഹാന്മാര് കിണറ്റിലെ തവളയായില്ല. അവരൊക്കെ വലിയ വലിയ ലോകത്തിന്റെ സ്വപ്നം കണ്ടു. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഗുജറാത്തില് പോർബന്തറില് ഒരു മധ്യവർഗ വീട്ടിൽ ജനിച്ചിട്ട് വക്കീലായിട്ട് നടക്കുമായിരുന്നു. വക്കീലാകാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി മുസ്ലിം സഹോദരന്മാരുടെ കേസ് വാദിക്കാനാണ് പോയത് ഗാന്ധി. അവിടെ നിന്നിട്ട് പണി ചെയ്താൽ മതിയായിരുന്നു. അവിടെ ചെന്ന് വേണ്ടാത്തന്നെ ഇറങ്ങിയിട്ട് ബ്രിട്ടീഷുകാരനെ അടിയും കൊണ്ടിട്ട് 2 പല്ലും പോയി, ചെകിടും പോയി, ഒക്കെ പോയി. വേണ്ട കാര്യമുണ്ടോ? എന്നിട്ടാ തിരിച്ചു വന്നത് ലോകത്തിന്റെ സാമ്രാജ്യത്വ ശക്തിയെ കിടുകിട വറപ്പിച്ചത്. അപാരമായ ആത്മസംയമനം, അപാരമായ ചിന്തകൾ, അപാരമായ വിശ്വാസം, ആത്മവിശ്വാസം. അപ്പൊ ആദിലിനെ കുറിച്ച് വിശ്വാസം ഇല്ലെങ്കിൽ മോൻ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. വെറുതെ പറയാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ നോക്കുക. അങ്ങനെ ഒരു സുഹൃത്തില്ല. 20 കൊല്ലം സുഹൃത്തായിട്ട് നടന്നവരെന്തിനാ 21ാമത്തെ കൊല്ലം തെറ്റിണ്? 40 കൊല്ലം കല്യാണം കഴിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവും തന്നെ 41ാമത്തെ കൊല്ലം വിവാഹമോചനം നടത്തുന്നത്. അത് നടക്കത്തില്ല ഈ ലോകത്തില്. അതിൻ്റെ അർത്ഥം അവനവനെ അറിയാത്തത് കൊണ്ടാണ്. ഗാന്ധി കസ്തൂർബായും കൂടി ട്രെയിനിൽ പോവുമായിരുന്നു. അവരുടെയൊക്കെ ഒരു സ്നേഹത്തിന്റെ വിശാല മനസ്കതയുടെ ചില കഥകൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഥകൾ വായിക്കണം. അവരുടെയൊക്കെ 100 കണക്കിന് ആൾക്കാരാണ് മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്ന വിളിച്ചിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ അണിനിരക്കുന്നത്. ഒരാളിങ്ങനെ പെട്ടെന്ന് ഓടി വരിക, ചെറിയ ഓറഞ്ചുമായിട്ട് കസ്തൂർബായ്ക്ക് കൊടുക്കുക. അപ്പൊ ഗാന്ധി ചോദിച്ചു, എനിക്കില്ലേ? അവ ആരാ? ഗാന്ധിയുടെ മൂത്ത മകൻ ഹരിലാൽ. ഇല്ല, അത് അമ്മയ്ക്കാണ്. അമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഗാന്ധി ചോദിച്ചത്, എൻ്റെ അച്ഛന് കഴിക്കണ്ടേ? അച്ഛന് കഴിക്കാൻ ഇന്ത്യയിലെ 100 കണക്കിന് ആൾക്കാർ ഭക്ഷണം തരും. എൻ്റെ അമ്മയുള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ ജീവിക്കുന്നത്. പഠിക്കണം പാഠം ആ അമ്മയെ കുറിച്ച്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? വീട്ടിൽ 1 മണിക്കൂർ അച്ഛനും അമ്മയും മുറിയിനുള്ളിൽ കൂട്ടിയിട്ടാ നിങ്ങൾ അവിടെ ബഹളം വിപ്ലവം ഉണ്ടാക്കില്ലേ? ഈ ടെലിഫോൺ കയ്യിലല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിപ്ലവം ഉണ്ടാക്കില്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്നതേ ഇങ്ങനെ കുറെ ആൾക്കാർ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടാണ്. നിങ്ങൾ ആ ചരിത്രമൊന്നും പഠിക്കുന്നില്ല. അവിടെ വിഷയം വെറുതെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്. എന്ത് കാര്യം? അത് പഠിക്കേണ്ടതല്ല പറഞ്ഞ, അത് മാത്രമല്ല പഠിത്തം. ഗാന്ധിയെ അറിയണം, ഖുർആൻ അറിയണം, ബൈബിൾ അറിയണം, ഉപനിഷത്ത് അറിയണം, നെഹ്റുവിനെ അറിയണം, അങ്ങനെ എല്ലാവരെയും അറിയണം. ശ്രീനാരായണനെ അറിയണം, നെൽസൺ മണ്ടേലെ അറിയണം. 18 കിലോമീറ്ററാണ് രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും നടക്കാൻ. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ. എൻ്റെ ഭാഗ്യം കൊണ്ട് ആ വീടൊക്കെ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. 18 കിലോമീറ്റർ അങ്ങോട്ടും കൊണ്ട് നടക്കുക. അങ്ങനെ നടന്നൊരു മനുഷ്യനാണ് പട്ടിണി കിടന്ന് ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയിട്ട്. ഈ 90കളിലാണല്ലോ അദ്ദേഹം അതിന്റെ പ്രസിഡന്റായത്. 17 കൊല്ലം ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന്, അല്ല 27 കൊല്ലം, 17 കൊല്ലം ഇരുട്ടറിയും. അങ്ങനെയാണ് വലിയ പുസ്തകം എഴുതുന്നത്. പുറത്തു വന്നിട്ട് ഇപ്പൊ ലോകം കാത്തു നിൽക്കുകയാണ്. കോടിക്കണക്കിന് ജനത അദ്ദേഹത്തിനെ വരവേൽക്കാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. പ്രസിഡന്റായി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി മതി, ഇനി എനിക്ക് അധികാരം വേണ്ട. ഇവിടെ ചില കസേരമ കയറുന്നവന്റെ മരണം വരാണ്ട് ഇറങ്ങില്ല. ഇന്നത്തെ ആൾക്കാർ മൂപ്പര് പറഞ്ഞു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനില്ല ഇനി ഭരിക്കാൻ. മൂപ്പര് പോയി. അതാണ് നേതാവ്. വലിയ പുസ്തകം എഴുതി ആത്മകഥ, ലോങ് വാക്ക് ടു ഫ്രീഡം, മഹാത്മാഗാന്ധിയുടെ എക്സ്പെരിമെന്റ്സ് ഇൻ ട്രൂത്ത് മാരി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോഴാണ് ഉള്ളിലുള്ള അപാരമായിട്ടുള്ള കഴിവുകളെ കുറിച്ച് പറയുക. അപകടകരമായ ആശയങ്ങളെ മനസ്സിലാക്കണം. അപകടകരമായ ബോംബിടാനുള്ള ആശയമല്ല ഞാൻ പറയുന്നത്. ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞ ലോകപ്രശസ്ത സാഹിത്യകാരനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, an idea which is not dangerous is not an idea at all. അപകടകരമായ ആശയമല്ലെങ്കിൽ അതൊരാശയമേ അല്ല. ഇവിടെ അപകടം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാ? സമൂഹത്തിൽ പരിണാമം ഉണ്ടാക്കുന്ന ആശയം, സമൂഹത്തിൽ വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടാക്കുന്ന ആശയം. അത് നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരണം ക്ലാസ് മുറികളിൽ നിന്ന്.
അതാണ് നിങ്ങൾ സ്വയം പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞത്. യു ഹാവ് ഇൻഫിനിറ്റ് എബിലിറ്റി. അനന്തമായ കഴിവുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതെയാക്കുന്നത് ആരാ? പറയൂ. നിങ്ങൾ തന്നെ. നിങ്ങളുടെ ചിന്ത. തോട്ട് സ്പീക്സ് മാൻ എന്ന ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ചിന്തയാണ് മനുഷ്യൻ. ഓടിക്കുന്ന BMW കാറോ മെർസിഡീസ് ബെൻസ് ഒന്നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ചിന്തയാണ് മനുഷ്യൻ. ചിന്തിക്കുക. ഉദാത്തമായ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എങ്ങനെയാ സുനിത വില്യംസ് ഇപ്പൊ കോഴിക്കോട് വന്നല്ലോ. എത്രയോ 300 ചില്ലാൻ ദിവസമായിട്ട് അവര് 300 ചില്ലാനില്ല, എത്ര 4 കൊല്ലം എത്രയോ അവർ കഴിഞ്ഞില്ലേ ബഹിരാകാശത്ത്. അപാരമായ നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസമല്ലേ അവരുടെ. അതാണ് ലോകത്തിനെ വെട്ടിപ്പിടിക്കുക, ലോകത്തിനെ കീഴടക്കുക. യുദ്ധം കൊണ്ടും ആളുകൊണ്ടും പാറ്റൻ ടാങ്ക് കൊണ്ടും ബുള്ളറ്റ് കൊണ്ടും അല്ല ലോകത്തിനെ കീഴടക്കേണ്ടത്. സ്നേഹം കൊണ്ട്, അപാരമായ കഴിവുകളെ കൊണ്ട്. ആ അപാരമായ കഴിവുകളാണ് നിങ്ങളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത്. അനർഗളമായിട്ടുള്ള പ്രവാഹമുണ്ടാക്കുന്ന കഴിവുകളുടെ. നമ്മുടെ ചുറ്റും നടക്കുന്ന സമൂഹത്തിൽ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അപരവിദ്വേഷത്തിനെതിരെ, ശത്രുതാ മനോഭാവത്തിനെതിരെ പോരാടാൻ വിദ്യാർത്ഥികൾക്ക് കെൽപ്പുണ്ടാണ്. ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ടല്ല നോക്കണ്ട. കസേര ദൂരെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആരും നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കണം, ചീത്ത കാര്യം പറഞ്ഞാൽ കേൾക്കണ്ട. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഫോൺ, അല്ലേ? നിങ്ങളൊക്കെ കയ്യിലുണ്ട് ഫോൺ. ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ അടിമകളാക്കിയിട്ടുള്ള ഉപകരണമാണിത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റേഴ്സ്, എക്സ്പയൽസ് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ അടിമകളാണ് നിങ്ങളും ഞാനും എല്ലാവരും. 24 മണിക്കൂറിൽ 10-11 മണിക്കൂർ ഇത് നോക്കിക്കൊണ്ടിരിക്കലാണ് മനുഷ്യരാശി മുഴുവൻ. പിന്നെ എങ്ങനെയാ സർഗാത്മക ചിന്ത ഉണ്ടാവുക? എങ്ങനെയാ സക്രിയമായ ചിന്തകൾ ഉണ്ടാവുക? ആവശ്യത്തിന് നോക്കണ്ടെന്നല്ല പറഞ്ഞത്. നല്ല ലേഖനം ഉണ്ടാവില്ല, നല്ല പ്രസംഗം ഉണ്ടാവുന്നില്ല, നല്ല ചിത്രരചന കാണുക, ഒക്കെ കാണാം. ഇതൊന്നും കാണാതെ വെറുതെ സിനിമ, ഈ നൈമിഷികമായ വിനോദോപാധികൾ മാത്രം കാണുന്ന ഒരു ജനതയെ വാർത്തെടുത്തു എന്നുള്ളതാണ് ഫേസ്ബുക്ക്, വാട്സപ്പിന്റെ ഉടമസ്ഥൻ സുക്കൻബർഗിന്റെ വിജയം. മനുഷ്യന്റെ ചിന്തയെ ജീർണിപ്പിക്കും. അങ്ങനെയാണ് എലോൺ മസ്കും ബ്ലാക്ക് ഹാർട്ട് എന്ന് പറയുന്ന ലോക പ്രശസ്ത കോടീശ്വരനൊക്കെ ലോകത്തിനെ വിലയ്ക്ക് വാങ്ങുന്ന കോടീശ്വരനായിട്ട് മാറുന്നത്. 150 കോടീശ്വരന്മാരാണ് ലോകം ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാം കുട്ടികളെ. അല്ലാണ്ട് ഈ ട്രംപും മോഡിയൊന്നല്ല. 150 കോടീശ്വരന്മാരാണ് ലോകം ഭരിക്കുന്നത്. അവരെ എങ്ങനെ നേരിടണമെന്നുള്ള ആശയമാണ് ക്ലാസ് മുറികളിൽ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി ലോകത്തിനെ എങ്ങനെ പരിവർത്തനം. അതാണ് ഗുരുദേവൻ പഠിപ്പിച്ചത്. അതാണ് ജാതിഭേദം, മതദ്വേഷം, സോദരത്വേന വാഴുന്ന രാജ്യമാകണം എന്ന് പറഞ്ഞത്. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത്. അതാണ് ഗുരുദേവൻ പഠിപ്പിച്ച ക്ലാസ് റൂമിലെ പഠിത്തം. അതിന്ന് ആര് പഠിപ്പിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ വളർന്നു വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ലോകം. ആ ലോകത്തിൻ്റെ വിശ്വവിഖ്യാതരായിട്ടുള്ള ഇതിഹാസ പ്രാധാന്യമുള്ള സർഗാത്മക പ്രതിഭകളായിട്ട് നിങ്ങൾ മാറണം. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ആള്, സാഹിത്യകാരന്മാർ, അങ്ങനെ ആരൊക്കെ നോക്കൂ, അവരൊക്കെ ചെറുപ്പത്തിലൂടെ വളർന്നു വന്നത് അവരുടേതായിട്ടുള്ള സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് കഴിവുകളെ നിത്യേനം പരിശീലിപ്പിച്ചിട്ടാണ്. റൊണാൾഡോ ഏറ്റവും വലിയ ഫുട്ബോളർ ആവുന്ന ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അയാൾ കോച്ച് വന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല. മെസ്സി ഏറ്റവും വലിയ ഫുട്ബോളർ ആകുന്ന അങ്ങനെയാണ്, നിരന്തര പ്രാക്ടീസ്. അപ്പൊ ഏത് രംഗത്തും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ പോളിഷ് ചെയ്യണം. ഷൂസ് പോളിഷ് ചെയ്യുന്ന മാതിരി അവനവന്റെ കഴിവുകളെ മിനുക്കി വരുമ്പോഴാണ് ഏറ്റവും വലിയ കഴിവായിട്ട് മാറുക. നമ്മുടെ ഏറ്റവും വലിയ കലാകാരൻ മമ്മൂട്ടി പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്, ഞാൻ എന്നെ തന്നെ സ്വയം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോളിഷിങ് ഈസ് എ മസ്റ്റ്. ഏത് മേഖലയിലും പോളിഷിങ് വേണം. അവനവൻ പഠിച്ചത് മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിന് ആരും കേൾക്കാണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ലീലാകൃഷ്ണൻ 365 ദിവസം പ്രസംഗിക്കുന്ന ആളാണ് കേരളത്തിൽ. ലീലാകൃഷ്ണൻ എല്ലാവരും വിളിക്കുന്നത് എന്താ? ശൈലിയും അതിൻ്റെ സാഹിത്യ ഭംഗിയൊന്നുമല്ല, പുതിയ കാര്യങ്ങളുണ്ട്, പുതിയ രീതികളിലൂടെ പറയും. ഇപ്പൊ വായന ഇസ് എ മസ്റ്റ്. നിങ്ങൾ പഠിക്കണം. നിങ്ങളെ കാത്തു നിൽക്കുകയാണ് ഈ ലോകം. അപ്പൊ അങ്ങനെ പുതിയൊരു ലോകത്തിലേക്ക് സന്നിവേശിക്കാനുള്ള ഒരു വലിയൊരു ഇച്ഛാശക്തി നിങ്ങൾക്ക് വേണം. മാനവികതയെ കൈയൊഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെയും അനുകൂലിക്കരുത്. മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിനെ അനുകൂലിക്കരുത്. എന്ത് വന്നാലും അതിനെ നേരിടണം. അതിന് പ്രത്യയശാസ്ത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലും കാണാം, ലോകത്തും കാണാം അങ്ങനത്തെ പ്രത്യയശാസ്ത്രങ്ങൾ. കേരളത്തിലും കാണാം.
പക്ഷെ അവനവന്റെ പ്രത്യയശാസ്ത്രമാണ് വലുതെന്ന് നടിക്കും വേണ്ട. എല്ലാവരും ഗാന്ധിസവും മാർക്സിസവും രണ്ട് പ്രത്യയശാസ്ത്ര. ഇതിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നല്ലതാണ്. ഇത് രണ്ടിനും ദോഷമുണ്ട്, ഗുണമുണ്ട്. ഇത് രണ്ടിനെയും അപഗ്രഥിക്കണം, പഠിക്കണം. ഇതിന്റെ നല്ല വശങ്ങളെ സ്വീകരിക്കണം. ഇപ്പൊ ഖുർആനും ബൈബിളും ഉപനിഷത്തുണ്ട്. ഖുർആനിൽ ഞാൻ പറയുകയാണെങ്കിൽ എവിടെയും പറയുന്ന വിനാശനം പറയുന്നതാണ്. ഖുർആനിലെ നല്ല വശം സ്വീകരിക്കാം, ബൈബിളിലെ നല്ല വശം സ്വീകരിക്കാം. തിന്മയാണെന്ന് തോന്നുന്നതിനെ ഉപേക്ഷിക്കുക. എല്ലാ പുസ്തകത്തിനും നല്ലതും ചീത്തയുണ്ടല്ലോ. ആരും ഏതെങ്കിലും ഒരാൾ എല്ലാം നല്ലതായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാറ്റിൻ്റെയും നല്ലതിനെ ഉൾക്കൊള്ളുക. ആശയങ്ങൾ പൂർത്തിവെക്കാനുള്ളതല്ല, അത് ചെലവഴിക്കാനുള്ള. പഠിച്ച ആശയം എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. വിജ്ഞാനം സമ്പാദിച്ചാൽ മാത്രം പോരാ, സമ്പാദിച്ച വിജ്ഞാനം സമൂഹത്തിന് പകർന്നു കൊടുക്കണം. അപ്പോഴാണ് യഥാർത്ഥ വിജ്ഞാനിയാവുക. അതാണ് 365 ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നത്. പറഞ്ഞു കൊടുക്കുക. ഏറ്റവും നല്ല അധ്യാപകൻ പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇതിന്റെ വിജ്ഞാനം മുഴുവൻ ഞാൻ തലയിൽ വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ അക്രമം, അസഹിഷ്ണുത, അനാരോഗ്യകരമായ മത്സരങ്ങള്, മറ്റുള്ളവരെ സ്വീകരിക്കാതിരിക്കാനുള്ള മനോഭാവങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ടാണ് ക്ലാസ് മുറികളിൽ നിങ്ങളൊരു ആശയ രൂപീകരണം നടത്തുന്നത്. നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ പൗരന്മാരാണ്. നമ്മുടെയൊക്കെ കടമ മനുഷ്യമോചനമാണ്. നിറത്തിൽ നിന്ന്, വർണ്ണത്തിൽ നിന്ന്, വംശീയതയിൽ നിന്നൊക്കെ മനുഷ്യനെ മോചിപ്പിക്കാനുള്ള വക്താക്കളാണ് ഞങ്ങൾ എന്നൊരു തോന്നൽ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകണം. അതാണ് ഈ യുഗപ്രഭാവന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്തയുടെ വലിയ വക്താക്കളായിട്ട് മാറണം. പഠിച്ചോളൂ, ജോലി കിട്ടിക്കോളൂ, അതൊക്കെ അത് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല വിദ്യാഭ്യാസം. സമരം എന്ന് പറഞ്ഞാൽ എന്താ? അവനവനോടുള്ള സമരം. സമൂഹത്തിലെ അനീതിക്കും അധർമ്മത്തിനും എതിരെ പോരാടുമ്പോൾ ആ സമരത്തിലൂടെ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിങ്ങളുടെ വീര്യമാണ്, നിങ്ങളുടെ ആത്മാർത്ഥതയാണ്, നിങ്ങളുടെ സർഗാത്മകതയാണ്. അപ്പൊ അങ്ങനെയുള്ള സർഗാത്മകതയും ആത്മവീര്യത്തിനെയും പ്രദർശിപ്പിക്കുന്ന സമരങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ നിങ്ങൾ മനുഷ്യനാവാൻ പഠിച്ചിരുന്നുണ്ടാവും. നിങ്ങൾ ഏറ്റവും വലിയ സഹവർത്തിത്വത്തിന്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് മാറും. ക്ലാസ് മുറികളിൽ സംവാദങ്ങൾ വേണം. സംവാദങ്ങളിലൂടെ എന്താ ഉണ്ടാവുന്നത്? അതിലെന്താ ഉണ്ടാവുന്നത്? എന്താ പറഞ്ഞ അങ്ങോട്ട് വരുന്ന സ്നിഗ്ധ എന്താ? സംവാദങ്ങളിലൂടെ എന്താ ഉണ്ടാവുന്നത്? സംവാദങ്ങളിലൂടെ പുതിയ ലോകത്തിനെ കാണും, പുതിയ ആശയങ്ങളെ കാണും, പുതിയ അഭിപ്രായങ്ങൾ കേൾക്കും. സംവാദങ്ങൾ വേണം. അല്ലാണ്ട് ക്ലാസ് മുറിയിൽ നിന്ന് അട്ടഹസിക്കണ്ട, ക്ലാസ് മുറിയിൽ ആക്രോശിക്കണ്ട. ഇപ്പോഴത്തെ TV ചർച്ചകൾ ആക്രോശം, അട്ടഹാസം, അതിൽ സംവാദമൊന്നുമില്ല, ഒരു TV-യിലും ഇല്ല. പക്ഷെ അത് കേൾക്കാൻ എല്ലാവരും ഇരിക്കുകയെന്ന് മാത്രം. സംവാദമാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു സെഷൻ ഉണ്ട്, ഞാനത് കണ്ടു. എനിക്കതിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വാസുദേവനോട് പറയാൻ പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് അതിലേക്കിട്ടിരുന്നു ഞാൻ. അംബേദ്കർ ഗാന്ധി സംവാദം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട സംവാദമാണ് അംബേദ്കർ ഗാന്ധി സംവാദം. അതിഗംഭീരമായ ഇന്റലക്ച്വൽ ഡിസ്കഷൻ, ഇന്ത്യൻ സമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, മതത്തിനെക്കുറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിഗഹനമായ സംവാദം നടത്തിയ കാലഘട്ടത്തിൽ അംബേദ്കറും ഗാന്ധിയും. അംബേദ്കർ ഇന്ത്യയുടെ മനുസ്മൃതി എന്നുള്ള ഗ്രന്ഥം കത്തിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണിസത്തിന്റെ ഗ്രന്ഥം അറിയാലോ, ചതുർവർണ്ണത്തിന്റെ ഗ്രന്ഥം. അതാണ് ഇപ്പോഴത്തെ ഭരിക്കുന്ന ആൾക്കാർ പിന്തുടരുന്നത്. അത് കത്തിക്കുമ്പോൾ പട്ടാപ്പകല കത്തിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ 3 ബാനർ വയ്ക്കുകയാണ് അവിടെ അംബേദ്കർ. എന്താ? ജാതിയുടെ ശ്മശാനം ഒരു ബാനർ, ഉച്ചനീചത്വത്തിന്റെ അവസാനം വേറൊരു ബാനർ, തൊട്ടുകൂടായ്മയുടെ അന്ത്യം വേറൊരു ബാനർ. അതിന് അംബേദ്കർ പന്തം കൊളുത്തിയിട്ട് ആ പുസ്തകം 3 ഇഞ്ച് ആളുള്ള ഒരു കുഴി കുഴിച്ചിട്ട് മനുസ്മൃതി അതിൽ വെച്ചിട്ടാണ് കത്തിക്കുക. അപ്പോൾ ഒരാളുടെ ഫോട്ടോ അവിടെ തൂക്കിയിട്ടുണ്ട്, ഒറ്റ ആളുടെ മാത്രം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ. എന്നിട്ട് പറയാ, വേണമെങ്കിൽ കണ്ടോളൂ. ഗാന്ധി അംബേദ്കർ സംവാദം. ഗാന്ധി പരിപൂർണമായിട്ട് ജാതി ചിന്തയെ ആദ്യ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ചിരുന്നില്ല. അംബേദ്കർ തുടക്കം പോലെ ജാതിക്കെതിരായിരുന്നു. പിന്നെ അവസാനം ഗാന്ധി അംബേദ്കറോട് യോജിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായ ചരിത്രങ്ങളാണ് ആ സംവാദങ്ങളൊക്കെ. എന്നാൽ പോലും അവർ അന്യോന്യം പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച നേതാക്കന്മാരായിരുന്നു. ഇന്ന് ഒരു നേതാവ് വേറെ നേതാവിനെ കുറ്റം പറഞ്ഞ പിന്നെ ആജീവനാന്തം വിട്ടില്ല, അങ്ങോട്ടും മനസ്സും കണ്ട് സങ്കുചിതമാണ്. സാഹിത്യകാരന്മാരുടെ കാര്യം പറയണ്ട, ഒരാൾ വേറെ ആളെ വിമർശിച്ച് പിന്നെ അയാൾ തിരിഞ്ഞു നോക്കില്ല. എല്ലാ രംഗത്തും സങ്കുചിതത്വം. അധ്യാപകന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അതാണ്. ഡോക്ടർമാരുടെ പണി ഇന്നേക്കാൾ വലിയ ഡോക്ടർ ആവണ്ട നീ, അപ്പൊ മത്സരമാവട്ടെ.
എല്ലായിടത്തും മത്സരം, അനാരോഗ്യകരമായ പ്രവണതകൾ. ഗാന്ധി അംബേദ്കർ സംവാദം പഠിക്കണം, നെഹ്റുവിനെ പഠിക്കണം. നെഹ്റു നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ്. അപ്പൊ എ കെ ഗോപാലനൊന്നും നിങ്ങൾക്ക് അറിയില്ല, പഠിച്ച് പരിശോധിക്കുക. എ കെ ഗോപാലൻ പ്രസംഗിക്കാണിക്കുമ്പോൾ പാർലമെന്റ് അംഗങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കും, എ കെ ജി പ്രസംഗിക്കണ്ട, തടയും. അപ്പൊ നെഹ്റു നീട്ടെന്ന് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എ കെ ഗോപാലൻ പറയുന്നത് എൻ്റെ ഗവൺമെന്റിന്റെയും എൻ്റെ ആശയങ്ങൾക്കും എതിരാണ് എങ്കിലും എ കെ ഗോപാലൻ എന്നെ വിമർശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ ജീവിതാന്ത്യം വരെ പോരാടും. അത് പറഞ്ഞ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ നേതാവായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പൊ കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്രസംഗിക്കാനേ സമ്മതിക്കുന്നില്ല. അപ്പോൾ എവിടെ എത്തുന്നു രാജ്യം? അപ്പൊ ഇതൊക്കെ വിദ്യാർത്ഥികളിൽ ഉണരണം ഇങ്ങനത്തെ ചിന്തകൾ. ഏറ്റവും നൂതനമായ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിഷയങ്ങളെക്കാൾ ഉപരി രാജ്യം എങ്ങനെ ഉണ്ടാകണം, സമൂഹം എങ്ങനെ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട് ഈ ലോകത്തിന്, ഈ സമൂഹത്തിന്. ആ വ്യക്തിയുടെ സംഭാവന അനന്യമാണ്. ഒരാൾക്ക് സാഹിത്യ സാംസ്കാരികനായ, ഒരാൾക്ക് കലാകാരനാവാം, നൃത്തവിദഗ്ധനാവാം, എന്തെല്ലാം സാധ്യതകൾ ഈ ലോകത്ത് കിടക്കുന്നു. ആ മേഖലയിലെ ഏറ്റവും ഒന്നാമനായിട്ട് മാറുക. രണ്ടാമനിൽ തൃപ്തിപ്പെടുത്തരുത്, ഒന്നാമനാകണം. എന്ന് വെച്ചാൽ ഒന്നാമനായിട്ട് മത്സരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം. ലോകത്തിലെ ഏറ്റവും വലിയൊരു മഹാകാവ്യം, ഇംഗ്ലീഷ് മഹാകാവ്യത്തിന്റെ പേരാണ് പാരഡൈസ് ലോസ്റ്റ്, സ്വർഗം നഷ്ടപ്പെട്ടു. എഴുതിയതാര? കണ്ണ് കാണാത്തൊരു കവിയാണ്, വിശ്വപ്രസിദ്ധനായ ജോൺ മിൽട്ടൺ. കണ്ണ് കാണാതെയാണ് താൻ കാണാത്ത ലോകത്തിന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിശ്വപ്രസിദ്ധ കവിത എഴുതിയത്. ചെവി കേൾക്കാത്ത ഒരാളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ. താൻ ഉണ്ടാക്കിയ സംഗീതം തനിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ ഉണ്ടാക്കിയ സംഗീതത്തിനെ പോലെ ഒരു സംഗീതം ലോകത്തിലെ ഒരു സംഗീത ചക്രവർത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ബിഥോവന്റെ സിംഫണി. ബിഥോവൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ചെവി കേൾക്കില്ല. അത് കാണിക്കുന്നുണ്ട് ഈ കഥ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിലും, ചെവിയില്ലെങ്കിലും, കണ്ണില്ലെങ്കിലും അനന്യമായ സാധ്യതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെ പരിപൂർണമായിട്ട് ജ്വലിപ്പിച്ചു നിർത്തുക. വിവേകാനന്ദൻ പറയും, ഒരു രാഷ്ട്രത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് എൻ്റെ യുവത്വമാണ്. ആ യുവത്വം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. അണയാത്ത അഗ്നിയായിട്ട് യുവത്വം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. രക്തധമനികളിൽ ആവേശത്തിന്റെ ചുടുചോരയൊഴുകുന്ന, പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരാൻ കെൽപ്പുള്ള, ആത്മവിശ്വാസമുള്ള യുവാക്കളെ എൻ്റെ കൂടെ വരൂ, ഞാൻ ഈ രാഷ്ട്രത്തിനെ മാറ്റിത്തരാമെന്ന് വിവേകാനന്ദ സ്വാമി പ്രസംഗിക്കുന്നുണ്ട്. ആ യുവത്വത്തിന്റെ പ്രതീകങ്ങളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അനന്യമായ സാധ്യതകളുണ്ട്. എന്തും എപ്പോഴും എത്തിപ്പിടിക്കാം. ബഹിരാകാശ സഞ്ചാരിയാകാം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവാം, പൊന്നാനി താലൂക്കിലെ തഹസിൽദാർ മാത്രം ആവാൻ നിൽക്കണ്ട. അതല്ല ലോകം. ഒരു ബാങ്ക് ഓഫീസർ ആവാൻ നിൽക്കണ്ട, ഒരു ഡോക്ടർ ആവാൻ നിൽക്കണ്ട. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസം പ്രസംഗിക്കും ചിലപ്പോ ചില MT വാസുദേവൻ മലയാളത്തിലല്ല ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ലോക സാഹിത്യകാരനാകുമായിരുന്നു. പക്ഷെ ഭാഷാ അതിർത്തികളെ ലംഘിച്ചുകൊണ്ടും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പരിധിക്കപ്പുറത്ത് കിടന്നവരുണ്ട്. അങ്ങനെ പരിധിക്കപ്പുറത്തേക്ക് കിടക്കണം. എന്തും നമുക്ക് കീഴടക്കാം. ഈ ടെക്നോളജിയൊക്കെ അത്ര ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് വിദ്യപ്പെട്ട വിദ്യാർത്ഥികളെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. ലൈഫ് ഈസ് നോട്ട് ടു ഡിസ്കവർ യുവർ സെൽഫ്, ബട്ട് യു ഹാവ് ടു ഡിസ്കവർ. ബട്ട് ലൈഫ് ഈസ് മോർ ടു ക്രിയേറ്റ് യുവർ സെൽഫ്. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ സൃഷ്ടിക്കാനും കൂടിയാണ്. നിങ്ങൾ സൃഷ്ടിക്കണം നിങ്ങളെ സ്വന്തം. പുതിയ സൃഷ്ടാവണം നിങ്ങൾ. യു ആർ എ മാൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയരുത്. സാഹചര്യത്തിന്റെ അടിമയല്ല മനുഷ്യൻ. പണ്ട് ഒരു പഴഞ്ചൊല്ല, മാൻ ഈസ് എ സ്ലേവ് ഓഫ് സർക്കംസ്റ്റാൻസസ്. തോറ്റാ പറയും, അതിന്റെ സാഹചര്യം എങ്ങനെയായി? ഇപ്പൊ എന്ത് സാഹചര്യം? യു ഹാവ് ടു ക്രിയേറ്റ് സർക്കംസ്റ്റാൻസസ് ഫോർ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള സാഹചര്യത്തിനെ നിങ്ങൾ സൃഷ്ടിക്കുക. അതാണ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. 27 കൊല്ലം ജയിലിൽ കിടന്ന ആളാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായത്. 12ാമത്തെ വയസ്സിൽ ഒരു ഷർട്ടും കുപ്പായും ഇട്ട് ഒരു LP സ്കൂളിൽ പഠിച്ച്, പിന്നെ UP സ്കൂളിൽ പഠിച്ച്, നാട്ടുകാരൊക്കെ കുട്ടിയുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ പഠിക്കുന്ന പ്രാഗൽഭ്യം കണ്ട് 2 ഷർട്ടും 2 ട്രൗസറൊക്കെ കൊടുത്ത്, പിന്നെ BA ആയി, MA ആയി, അല്ല MSc ആയി. അങ്ങനെ കുറച്ച് നാട്ടുകാരുടെ സഹായമൊക്കെ കൂടുതൽ കിട്ടി. അവസാനം PhD എടുത്ത് 4-5 എണ്ണം വലിയ ശാസ്ത്രജ്ഞനായി. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റായി ഡോക്ടർ APJ അബ്ദുൽ കലാം. വീട്ടിൽ പട്ടിണിയായിരുന്നു.
അതാണ് അനന്യമായ സർഗസിദ്ധിയെ ഉണർത്തുക എന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഓരോ യുഗപുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ആ സാധ്യതകൾ ക്രിയേറ്റീവ് ആസ് എവറി മിനിറ്റ് ഈസ് പ്രഷ്യസ്. ഓരോ നിമിഷവും അമൂല്യമാണ്. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സമയമാണ്. ഒരു മിനിറ്റ് പോയാൽ അത് തിരിച്ചു കിട്ടില്ല. ഈ ലോകത്തിൽ അമ്മ അച്ഛനടക്കം വാങ്ങാൻ കിട്ടും ഇന്നത്തെ ലോകത്തിൽ, പക്ഷെ സമയം വാങ്ങാൻ കിട്ടില്ല. ആ സമയത്തിനെ ഉപയോഗിക്കുക. ഒരു സെക്കൻഡ് പോലും വിലപിടിപ്പുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവ മനസ്സുകളെ, വിദ്യാർത്ഥി സമൂഹമേ, സമൂഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിനെ കീഴടക്കുക. അലക്സാണ്ടർ പറഞ്ഞ പോലെ വിനി വിടി വിശി എന്നല്ല, വന്നു കണ്ടു കീഴടക്കി എന്ന് അലക്സാണ്ടറെ കുറിച്ച് പറയുന്നു. എന്ന് വെച്ചാൽ അത് വന്നലും കാണലും വാളും പരിചയൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ചോരപ്പുഴടക്കിയിട്ടാണ് കീഴടക്കിയത്. നിങ്ങൾ കീഴടക്കേണ്ടത് ലോകത്തിനെ സ്നേഹം കൊണ്ട്, ബുദ്ധി കൊണ്ട്, ഗംഭീരമായ ആശയങ്ങൾ കൊണ്ട്, സർഗാത്മകമായിട്ടുള്ള ഉജ്ജ്വലമായ കഴിവുകൾ കൊണ്ട് ആ കഴിവുകളെ വിന്യസിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സൂര്യൻ്റെ അപ്പുറത്തേക്കും പോകാൻ പറ്റും. അതിനായിരിക്കണം വിദ്യാർത്ഥി സമൂഹവും യുവത്വവും ശ്രമിക്കേണ്ടത്. ഈ പറയുന്ന വിവേകാനന്ദനായാലും ശരി, അങ്ങനത്തെ പലരും 34-ാമത്തെ വയസ്സിൽ മരിച്ചുപോയവരാണ്. ആ 34 വയസ്സിനുള്ളിൽ വിവേകാനന്ദൻ ലോകം കീഴടക്കി. വിജ്ഞാനത്തിൻ്റെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയ അദ്ദേഹം 1893 ചിക്കാഗോയിൽ. ഇന്നിപ്പോൾ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാൻ നടക്കുകയല്ലായിരുന്നു. ലോകത്തിൽ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഓഫ് നോളജ് എന്ന് അദ്ദേഹത്തിന് പറയാം. വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം. അമേരിക്കയിലെ ചിക്കാഗോ പട്ടണത്തിലെ പ്രസംഗം, സഹോദരി സഹോദരന്മാരെ, അത് വിജ്ഞാനം സമ്പാദിച്ചിട്ട ലോകവിജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് മാറുക. ആ സംബോധനയിലൂടെ ഇന്ത്യൻ ദർശനമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പഠിക്കുക. അപാരമായ സാധ്യതകളുണ്ട് നിങ്ങളുടെ മുന്നിൽ. സാഹചര്യം ഒന്നിനും തടസ്സമല്ല. നിങ്ങൾ വളരുന്ന സാഹചര്യത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കണ്ണ് തുറന്ന് നോക്കുക. കണ്ണ് തുറന്നപ്പോൾ അവിടെ പുഴയല്ല കാണേണ്ടത്, ആ പുഴയുടെ അപ്പുറത്ത് നീന്തുന്ന നൈൽ നദിയെ കാണണം, മിസിസിപ്പി കാണണം, ഗംഗാ നദിയെ കാണണം. അങ്ങനെ വിദൂരതയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ആ നദീതീരങ്ങളിൽ വളർന്നു വന്ന സംസ്കാരത്തിൻ്റെ ഇപ്പോഴത്തെ വക്താക്കളായി ഉജ്ജ്വല പ്രതിഭകളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ആ ശുഭാപ്തി വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുക. വിജയം സുനിശ്ചിതം. ഇവിടെ അനുസ്മരിക്കുന്നതാണ്. ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം എല്ലാവർക്കും ഒരേ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ അപ്പുറത്ത്, കേരള ഗാന്ധി. കേരളം കണ്ട ഏറ്റവും, ഇന്ത്യ കണ്ട ഏറ്റവും സമസൃഷ്ടിവാദം എന്നുള്ള പേരിൽ മലയാളത്തെ തർജ്ജമ ചെയ്തിട്ട് അത് അച്ചടിക്കാൻ പൈസ കൊടുത്ത ആളാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കേളപ്പൻ. ഞാനത് പറയാൻ കാരണം അത്ര മഹാമനസ്കതയാണ് പഴയ നേതാക്കന്മാർക്ക്. എല്ലാ നല്ല ആശയങ്ങളെയും സ്വീകരിക്കുക. EMS നിശ്ചിതമായി വിമർശിക്കും, EMS ഇങ്ങോട്ട് വിമർശിക്കും. പക്ഷെ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ് വ്യക്തിപരമായി. അങ്ങനെയുള്ളൊരു മനോഭാവം വരണം. വർഗീയതയ്ക്കെതിരെ, കലാപത്തിനെതിരെ പോരാടിയിട്ടുള്ള ആൾക്ക് അതൊക്കെ അവർ പഠിച്ച വിദ്യാലയങ്ങളെന്ന് അവർ പഠിച്ചത്. കസ്തൂർബ ഗാന്ധി വയ്യാതെ കിടക്കുക ജയിലില്, ഗാന്ധി അപ്പുറത്തെ ജയിലിലാണ്. ബ്രിട്ടീഷ് വൈസ്രോയി വന്ന് പറയും, ഭാര്യയ്ക്ക് അസുഖമായിട്ട് ക്ഷയം പിടിച്ച സുഖമില്ലാതെ കിടക്കുക, ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി ചികിത്സിച്ചു കൊണ്ടുവരാം. അങ്ങയുടെ ഒരു സമ്മതം മതി. ഗാന്ധി വരെ ഒരു പേനയും പേപ്പർ കൊടുത്താൽ ഒരു പേനയും പേപ്പർ എഴുതി. അപ്പം ബ്രിട്ടീഷ് വൈസ്രോയി പറയാം, അവിടെ പോയി കണ്ടോളൂ വേണമെങ്കിൽ ഭാര്യയെ, വളരെ മൂർച്ഛിച്ചിട്ടുണ്ട് രോഗം. ഗാന്ധി പേനയും പേപ്പറും എഴുതി, പ്രിയപ്പെട്ട പത്നി, എന്നെ എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ എന്നെ സ്നേഹിക്കുന്നു. ബ്രിട്ടീഷ് വൈസ്രോയി വന്ന് പറഞ്ഞു, നിന്നെ വന്ന് കാണാൻ എനിക്ക് സമ്മതം തരാമെന്ന്. പക്ഷെ ഞാൻ വരുന്നില്ല. നീ മരിക്കില്ല. നീ മരിച്ചാൽ തന്നെ നമുക്ക് വേറൊരു ലോകത്തിൽ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം. നീ മരിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ പുറത്തേക്ക് വന്ന് നിന്നെ കണ്ടാൽ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊറ്റിക്കൊടുക്കലാണ്. എഴുതാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റും. ഇന്നത്തെ ആൾക്കാർക്ക് ചിലവർ ജയിലിൽ കിടന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പം നക്കി കൊടുത്ത് പോയ ആൾക്കാരാണ്. ജയിലിൽ പുറത്തു കിടക്കാൻ പറ്റും. ഗാന്ധിയെ മാതിരിയാവാൻ പറ്റില്ല. ചില മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. ഭാര്യ മക്കൾ ഉപേക്ഷിച്ച് നടക്കണമെന്നല്ല ഞാൻ പറയണ എൻ്റെ അർത്ഥം. ഇതൊക്കെ അവർ തന്ന പാഠങ്ങളാണ്. എങ്ങനെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ ജീവിതത്തിനെ മുന്നോട്ട് പോകാനുള്ള ശക്തി ഗാന്ധിക്ക് കിട്ടിയത്, നെഹ്റുവിന് കിട്ടിയത്, പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കൊക്കെ കിട്ടിയത്, കാറൽ മാർക്സിന് കിട്ടിയതൊക്കെ അവരുടെ ആശയങ്ങളിൽ നിന്നാണ്, സ്വരൂപിച്ച വിജ്ഞാനങ്ങളിൽ നിന്ന്. അനന്തമായിട്ടുള്ള ജ്ഞാനം.
ആ ജ്ഞാനത്തിൽ നിന്നാണ് കുട്ടികളെ പഠിക്കുക, ക്ലാസ് മുറികളിൽ പഠിക്കുക, സംവാദം നടത്തുക, സംഭാഷണം നടത്തുക. ഓരോ ദിവസം കഴിയും തോറും പുതിയ വിജ്ഞാനത്തിൻ്റെ ഉടമകളായിട്ട് മാറുമ്പോൾ ഈ ലോകം ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇനി പ്രഗത്ഭമായ പ്രസംഗം